നമസ്കാരം. ഒഴുകുപാറയ്ക്കൽ ടാഗോർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സാഹിത്യോത്സവം 2024 എന്ന പരിപാടിയിൽ 3-ാം ദിവസമായ ഇന്ന് നാം പരിചയപ്പെടുന്നത് കടമ്മനിട്ട രാമകൃഷ്ണനെ പറ്റിയാണ്. ചൊൽ കാഴ്ചകളിലൂടെയും കവി അരങ്ങുകളിലൂടെയും മലയാള കവിതയെ ആസ്വാദകരിലെത്തിച്ച ആധുനിക കവിയായിരുന്നു കടമ്മനിട്ട രാമകൃഷ്ണൻ. കേരളത്തിൻ്റെ നാടോടി സംസ്കാരത്തിൻ്റെ കരുത്തിനെ പുതിയ കവിതാ രീതിയുമായി സമന്വയിപ്പിക്കുകയും ചൊൽ കാഴ്ചകളിലൂടെ അവ ആസ്വാദകരിൽ എത്തിക്കുകയും ചെയ്തു. മധ്യ കേരളത്തിലെ പടയണി ഗ്രാമം എന്നറിയപ്പെടുന്ന കടമ്മനിട്ടയിൽ 1935 കടമ്മനിട്ട രാമകൃഷ്ണന്റെ ജനനം. മേലേത്തറയിൽ രാമൻ നായരും കുട്ടിയമ്മയുമാണ് മാതാപിതാക്കൾ. വിദ്യാഭ്യാസത്തിനു ശേഷം മദ്രാസിലെ പോസ്റ്റൽ അക്കൗണ്ടൻസ് ഓഫീസിൽ ജോലിയിൽ പ്രവേശിച്ചു. 1965 പ്രസിദ്ധീകരിച്ച ഞാൻ എന്ന കവിതയിലൂടെയാണ് ഇദ്ദേഹം മലയാള സാഹിത്യ ലോകത്തേക്ക് കടന്നു വരുന്നത്. കടമ്മനിട്ടയുടെ ആദ്യ കാവ്യസമാഹാരമായ കവിത പ്രസിദ്ധീകരിക്കുന്നത് 1976 മലയാള കാവ്യലോകത്ത് വേറിട്ട ശബ്ദത്തിനുടമയായിരുന്നു കടമ്മനിട്ട. സമകാലികരായ കവികൾ പ്രകൃതി വിഷയങ്ങളെ ആസ്പദമാക്കി കവിതകൾ എഴുതിയപ്പോൾ കടമ്മനിട്ട പരിസ്ഥിതി പ്രശ്നങ്ങളോടൊപ്പം മനുഷ്യജീവിതത്തിലേക്കും ശ്രദ്ധ പതിപ്പിച്ചു. അധിസ്ഥിതരായ ജനവിഭാഗത്തിൻ്റെ ആരും ശ്രദ്ധിക്കാത്ത ജീവിത പ്രശ്നങ്ങളെ സമൂഹത്തിനു മുന്നിൽ അദ്ദേഹം തുറന്നുകാട്ടി. കാട്ടാളൻ എന്ന തൻ്റെ കവിതയിൽ കാട്ടാളൻ്റെ ദുഃഖത്തെ അദ്ദേഹം തുറന്നുകാട്ടുന്നു. തൻ്റെ ആൺകുഞ്ഞുങ്ങൾ തേൻ ശേഖരിക്കാൻ പോയിട്ട് എവിടെയെന്നും തൻ്റെ പെൺകുഞ്ഞുങ്ങൾ പൂക്കുട നിറയ്ക്കാൻ പോയിട്ട് എവിടെയെന്നും അദ്ദേഹം ചോദിക്കുന്നു. കാട്ടാളൻ്റെ ദുഃഖം വളരെ മനോഹരമായി കടമ്മനിട്ട അവിടെ വിവരിക്കുന്നു. അതുപോലെ തന്നെ കുറത്തി എന്ന തൻ്റെ കവിതയിൽ അധിസ്ഥിത വർഗത്തോട് സമൂഹത്തിലെ മുൻസ്ഥിതിയിലുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം ചോദിക്കുന്നു. നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നോ? നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നോ? നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു. നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ഈ സമൂഹത്തിലെ അധിസ്ഥിത ജനവിഭാഗങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ അധികാരവർഗത്തിനു മുന്നിൽ തുറന്നു കാട്ടുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. തൻ്റെ തൂലികയിലൂടെ സാഹിത്യത്തിൻ്റെ അനന്തമായ ലോകത്തേക്ക് അദ്ദേഹം കടന്നു ചെന്നു. പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പക്ഷം ചേർന്ന കവികളിൽ ഒരാളായിരുന്നു കടമ്മനിട്ട. മലയാള സാഹിത്യ ലോകത്തിന് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ തൻ്റെ രചനകളിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കാട്ടാളൻ, കുറത്തി, കുഞ്ഞെ മുലപ്പാൽ കുടിക്കരുത്, കിരാതവൃത്തം എന്നിവ. അർബുദ രോഗബാധയെ തുടർന്ന് 2008 മാർച്ച് 31 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. നന്ദി.